കഴിഞ്ഞ ദിവസം നടന്ന ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് 11ാം ഡിവിഷനിലെ ആശാ വർക്കറുടെ നിയമനം. 11ാം ഡിവിഷനിലെ ആശാ വർക്കറുടെ നിയമനം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വാർഡുകളിലെ കുട്ടികളുടെ പരിചരണമാണ് ആശാ വർക്കറുടെ. കുട്ടികളുടെ പരിചരണവും സാമൂഹ്യ ചുറ്റുപാടും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ആ വാർഡുകളിലെ ആരോഗ്യപരമായ കുറ്റങ്ങളെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തി മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആശാ വർക്കർ നടത്തേണ്ടത്. പോളിയോ കുത്തിവെപ്പ്, നിരവധിയായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആശാ വർക്കറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആശാ വർക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും നഗരസഭയിൽ ഒരു നിയമനം നടത്തുമ്പോൾ, ഒരു താൽക്കാലിക നിയമനം നടത്തുമ്പോൾ ഭരണസമിതിയുടെ കക്ഷിയിൽപ്പെട്ട ആർക്കെങ്കിലും നിയമനം കൊടുക്കാറുണ്ട്. ഇതിനു മുമ്പ് ഒരു നിയമനം നടത്തിയിരുന്നു. നമ്മുടെ അയ്യങ്കാളി സെക്ഷനിലെ ഓവർസിയറെയും അതുപോലെ തന്നെ മറ്റൊരു തസ്തികയും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനം നടത്തിയിരുന്നു. അതിലൊന്നും നമുക്ക് ആക്ഷേപമില്ല. സ്വാഭാവികമായിട്ടും ഈരാറ്റുപേട്ടയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ നിയമിക്കുന്നതിനും നമുക്ക് ആക്ഷേപമില്ല. പക്ഷേ ഒരു ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് അതുമായി പ്രവർത്തന പരിചയമുള്ള ഒരാളെ നിയമിക്കുന്നതിന് പകരം യാതൊരു വിധത്തിലുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ആ പ്രവർത്തന പരിചയത്തിൽ യാതൊരു പ്രവർത്തന സമ്പത്തോ ഇല്ലാത്ത ഒരാളെ നിയമിച്ചത് വഴി വലിയ ഗുരുതരമായ ഒരു കുറ്റം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത നഗരസഭയിലെ 3 കൗൺസിലർമാർ, ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആ വാർഡിലെ 11ാം വാർഡിലെ ഡിവിഷൻ കൗൺസിലറും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറും 2 നേഴ്സിംഗ് ഉദ്യോഗസ്ഥരുമാണ് അവിടെ ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ പങ്കെടുത്തത്. 4-5 പേരെങ്ങാണ്ടോ ആണ് അതിൽ ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടത് അവിടെ ഇന്റർവ്യൂവിന് എത്തിയത്. അതിൽ അവിടെ ആ വാർഡിലെ സ്ഥിരമായി ഈ ആശാ വർക്കറുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, താൽക്കാലിക ജോലി ചെയ്തുകൊണ്ടിരുന്ന 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. നല്ല ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം പറഞ്ഞ ആളുകളാണ്. അവരെ നിയമിക്കുന്നതിന് പകരം, കൃത്യമായ പരിചയ സമ്പത്തുള്ള ആളെ നിയമിക്കുന്നതിന് പകരം ആ വാർഡിലെ, വ്യക്തിപരമായി പറയുന്നതല്ല, ആ വാർഡിലെ ഒരു അംഗത്തെ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബത്തിലെ പ്രതിരോധ കുത്തിവെപ്പ് പോലും എടുക്കാത്ത ഒരു കുടുംബത്തിലെ അംഗത്തെ നിയമിച്ച ഒരു നടപടി, അത് തെറ്റായ നടപടിയാണ്. സാധാരണയുള്ള നമ്മുടെ നിയമനങ്ങൾ പോലെ ഈ ആശാ വർക്കറുടെ നിയമനത്തെ നഗരസഭാ ഭരണസമിതി രാഷ്ട്രീയ പ്രേരിതമായി കണ്ടത് തെറ്റായ നടപടിയായി പോയി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമാണ്. 2025 ജൂൺ മാസം 24-ാം തീയതി അന്നത്തെ ഭരണസമിതി ഉദ്ഘാടനം ചെയ്ത എക്സ്റേ യൂണിറ്റ് ഇതുവരെ പ്രവർത്തനമായിട്ടില്ല. ഒരു ഭരണത്തിന്റെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വർഷങ്ങളായിട്ട് ഒരു എക്സ്റേ യൂണിറ്റ്, നാടിന് ഗുണകരമാകേണ്ട യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഒരു സാധനമാണ്.